ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചിൽ പുഴുങ്ങിയതും സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയാണ്. ഇത് നമ്മുടെ പുരയിടത്തിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്ന കാച്ചിലാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പുഴുങ്ങാനുള്ള കാച്ചിലൊന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ പുഴുങ്ങാനുള്ള കാച്ചിൽ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇതിൻ്റെ പേര് തള എന്നാണ്. അപ്പോൾ നമ്മൾ മീൻ നല്ല വൃത്തിക്കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മീൻ കറി വെക്കാം. ബാ. അപ്പോൾ നമ്മൾ കഴുകിക്കൊണ്ട് വന്ന മീൻ അത്രയും എടുക്കുന്നില്ല. അതിൽ കുറച്ച് മാത്രമേ നമ്മളിവിടെ കറി വെക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തേക്കുന്നത്. ഇത് നമ്മൾ മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവും എടുത്തേക്കുന്നത്. എരിവ് വേണ്ടവർക്ക് ഇച്ചിരി കൂടെ മുളക് പൊടി കൂട്ടിയെടുക്കാം. അതല്ലാത്തവർക്ക് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവായിട്ട് എടുക്കാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മളിവിടെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എരിവ് നന്നായിട്ട് വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാം. ഇതിന് ഒരുമാതിരി ഒന്ന് കളർ മാറി വരുമ്പോൾ ഒരു ചുവപ്പൊക്കെ ആയി വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇഞ്ചി നമ്മൾ കൊത്തിപ്പൊടിച്ചാണ് എടുത്തേക്കുന്നത്. പലരും പല രീതിയിലാണ് എടുക്കുന്നത്. നമ്മളിവിടെ കൊത്തിപ്പൊടിച്ചാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടിട്ടാൽ ഇഞ്ചി കരിഞ്ഞില്ല. ഉള്ളിയും വെളുത്തുള്ളിയും മുളകും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്കിനി നമ്മുടെ ഇഞ്ചി ഇടാം. കൊത്തിപ്പൊടിച്ച ഇഞ്ചി നമ്മൾ ഇടണം. ഇത് കൊത്തിപ്പൊടിച്ച് ആയതുകൊണ്ട് മറ്റേ ഇതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേന് കരിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടത്. ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഇതാവുമ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇടാം. എണ്ണ ഇച്ചിരി കുറവാണ്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്തിട്ടുണ്ട്. നന്നായിട്ട്
ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഉപ്പും നമ്മൾ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുടംപുളി ഇവിടെ എടുത്ത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പുളി നന്നായിട്ട് വേണ്ടവർക്ക് നല്ലതായിട്ട് പുളി ഇട്ട് കൊടുക്കുക, അതല്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ കുറവാണ് ഇടുന്നത്. എന്നിട്ട് കറി തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പില കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ വേകാനായിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കാണ്. ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കാച്ചലിൻ്റെ പരിപാടി നോക്കാം. നമ്മൾ കാച്ചിലെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. കാച്ചിലെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകിക്കൊണ്ടുവരാം. കാച്ചിൽ ചൊറിയലാണെന്ന് തോന്നുന്നു, കൈയെല്ലാം ചൊറിയുന്നുണ്ട്. അപ്പം കാച്ചിൽ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേകാനായിട്ട് അടുപ്പേ വെക്കാം. ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ കാച്ചിൽ അവിടെ നിന്ന് വേകട്ടെ. ഇപ്പോഴത്തേക്ക് നമുക്ക് മീൻകറിയുടെ ഉപ്പും പുളിയും ഒന്ന് നോക്കാം.
ആവശ്യത്തിനുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഇത് ഇച്ചിരി കുറുകാനെ കൊണ്ട് ചാറൊന്ന് കുറുകി കിട്ടാനെ കൊണ്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ചാറിട്ടാണ് എടുക്കുന്നത്. ഇത് കാച്ചിലിൻ്റെ കൂടെ തിന്നാനായതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ തീ നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാച്ചിലും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇലയിലോട്ട് വിളമ്പാം. നമുക്ക് മീൻകറി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാച്ചിലും മീൻകറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. സൂപ്പർ. ഗ്രീൻ പീസാണ്.